ഞങ്ങളൊക്കെ വളരെയധികം ആക്ഷേപങ്ങൾ കേട്ടു. ഈ സെൻറ്റ് മാർട്ടിൻ പള്ളിയിലെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് വളരെ ആക്ഷേപങ്ങളുണ്ടായി, വരുത്തനാണെന്നൊക്കെ പറഞ്ഞ്. ഇവരുടെ ഉദ്ദേശം ഈ കുർബാന പ്രശ്നമല്ല. എൻ്റെ റീഡിങ്, എൻ്റെ മനസ്സിലിരിക്കുന്ന കുർബാന പ്രശ്നമല്ല. അവർക്കിവിടെ വേറെ എന്തോ ലക്ഷ്യങ്ങളുണ്ട്. ചിലർക്ക് ബിഷപ്പുമാരാണ്, കർദിനാളന്മാരാണ് എന്നുള്ളതൊക്കെ ആയിരിക്കാം. എനിക്കത് തീർത്ത് പറയാനൊക്കത്തില്ല. അല്ലെങ്കിൽ കർദിനാളിനെ പറഞ്ഞു വിടണം, എന്നിട്ട് ഇവിടുന്നുള്ള ഒരു കർദിനാൾ വരണം. ഇങ്ങനെയൊക്കെയുള്ള ചില വിഭാഗീയ ചിന്താഗതികളുണ്ടെന്നാണ് എൻ്റെ ചിന്താഗതി. വാസ്തവത്തിൽ സിനഡ് കുർബാന കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ അവർക്കുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ എൻ്റെ കൊച്ചുമകൻ്റെ കാര്യം പറഞ്ഞ പോലെ വിവാഹം വരുമ്പോൾ എന്തു ചെയ്യും? വിവാഹം വരുമ്പോൾ ഇവിടെ പോയി വിമത അച്ഛന്മാരുടെ അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും, മാമോദിസ, കല്യാണം, ഇതെല്ലാത്തിനും ഇത് കുർബാന കൈക്കൊള്ളപ്പാട്, ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നു. ഇപ്പോൾ പലരും പള്ളിയിലെ പാരിഷ് കൗൺസിലും കൈക്കാരന്മാരായിട്ടൊക്കെ നിൽപ്പുണ്ട്. എന്തുകൊണ്ട് അവർ നിൽക്കുന്നു? അവർ പലരും ഈ സിനഡ് കുർബാനയോട് താല്പര്യമുള്ളവരാണ്. അവർ മാറി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇത് അധികാരമോഹമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൂടി നിൽക്കുന്നതായിരിക്കും വാസ്തവത്തിൽ. എൻ്റെ സംശയം എന്നാ വെച്ചാൽ, എനിക്ക് 81 വയസ്സായി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവരെവിടെ കൊണ്ടുപോകും? ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല വാസ്തവത്തിൽ. കർദിനാളും താഴത്തെ പിതാവും ഒക്കെ കൊടുക്കുന്ന ഇടയലേഖനങ്ങളൊന്നും വായിക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് പൊറുക്കാൻ സാധിക്കുന്നില്ല. അതിൽ ആദ്യമൊക്കെ എനിക്ക് ഫീലിംഗ് ഉണ്ട്, ഇത്രയും ഡിലേ ആകുന്നു, ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത് അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വന്നുകയായിരുന്നു. കാരണം വിമതർ ത്രട്ടൺ ചെയ്യുന്നുണ്ട്. ഈ പിതാക്കന്മാരെയും അനുകൂലിക്കുന്നവരെയൊക്കെ ത്രട്ടൺ ചെയ്യുന്നത്. സാർ സ്വാഗതം. മാഡം സ്വാഗതം. ശരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വളരെ സീനിയറായിട്ടുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഒരു സീനിയറായിട്ടുള്ളൊരു വ്യക്തി, അനുഭവ സമ്പത്തുള്ള വ്യക്തി, അങ്ങനെ നാം നോക്കുമ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പൊതുവികാരം എന്താണ്? വിശ്വാസികൾക്കിടയിലുള്ള ഒരു പൊതുവികാരം എന്താണ്? എല്ലാവർക്കും ഏകീകൃത കുർബാനയോട് താല്പര്യമുണ്ട്. ഈ മറ്റ് വിമത അച്ഛന്മാർ കുറച്ച് പ്രേരിപ്പിച്ച് കൊണ്ട് അവരെയൊക്കെ കൈക്കുള്ളിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കുകയാണെങ്കിൽ, ഏകീകൃത കുർബാന നടപ്പാക്കണേ, എല്ലാവരും ഇതിനകത്ത് തന്നെ വരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി ഡയോസിസിൽ കൈനഗിരി കുടുംബത്തിൽ വളർന്നതാണ്. വൈഫും ചങ്ങനാശ്ശേരിയാണ്. അപ്പം ഇവിടെ വന്നിട്ട് 40-42 കൊല്ലമായി. ഞങ്ങൾക്ക് വളരെയധികം വേദനകളുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുർബാന കാണാൻ സാധിക്കുന്നില്ല. അതൊരു വലിയൊരു വിഷമമാണ് വാസ്തവത്തിൽ. കാരണം ഞങ്ങൾ ഡെയിലി കുർബാന കാണുകയും മറ്റു പരിപാടികളൊക്കെ. ഞാൻ ഒരു ഇൻസിഡൻ്റായിട്ട് അത് പറഞ്ഞാൽ, ഈയിടെ ഈ മെയ് 1 എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് അത് ബസിലിക്ക വെച്ച് നടത്തണം, എന്താ പുറത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനതിന് പോയില്ല. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എൻ്റെ മനസ്സിൻ്റെ വേദന, നിങ്ങൾക്ക് അറിയാമല്ലോ വാസ്തവത്തിൽ. അതിന് പറ്റാത്ത സാഹചര്യങ്ങൾ. അതുപോലെ എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. ഇവിടെ ഞങ്ങളുടെ പോളിസി എന്താണെന്ന് വെച്ചാൽ, പോപ്പ് പറയുന്നത്, പോപ്പിൻ്റെ ഓർഡർ സ്വീകരിക്കുക, കർദിനാൾ പറയുന്നത്, സിനഡ് പറയുന്നതെല്ലാം അംഗീകരിക്കുക എന്നൊരു ഇത് മാത്രമാണ് ഞങ്ങൾക്കുള്ളത് വാസ്തവത്തിൽ. അല്ലാതെ വിമതരോട് ഇപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ വളരെയധികം ആക്ഷേപങ്ങൾ കേട്ടു. ഈ സെൻറ്റ് മാർട്ടിൻ പള്ളിയിലെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് വളരെ ആക്ഷേപങ്ങളുണ്ടായി, വരുത്തനാണെന്നൊക്കെ പറഞ്ഞ്. ഇവിടെ പല കാര്യങ്ങളിലും ഞങ്ങൾ വളരെ കാര്യം ആക്റ്റീവായിട്ട് പെരുമാറിയിട്ടുള്ളതാണ്. അപ്പം എന്നിട്ട് ഇതുവരെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ മാനസികമായ വൈഷമ്യങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് വാദത്തിൽ. പക്ഷേ ഒരു കാര്യം സാറേ, പ്രത്യേകിച്ച് ഈ പലരും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഇപ്പോൾ സിനഡിനൊപ്പം നിൽക്കുന്നവരെ തകർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആരോപണം സാർ നേരത്തെ പറഞ്ഞത്, പുറമേ നിന്നുള്ള വ്യക്തികൾ. ശരിക്കും അത്തരത്തിലുള്ളൊരു വിഭാഗീയത തന്നെ സൃഷ്ടിക്കുന്നത് ഇത്തരക്കാരുടെ ഒരു ഗൂഢ ലക്ഷ്യം തന്നെയില്ല. കാരണം ഒരു ഇടവകയുടെ, ഇപ്പോൾ എറണാകുളത്ത് തന്നെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ, ഒരു ഇടവകയുടെ വളർച്ചയിൽ പുറമേ നിന്നുള്ളവരുടെയും നഗരത്തിലുള്ളവരുടെയും എറണാകുളംകാരുടെയും എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെയല്ല ആ ഒരു ഇടവക വളർന്നത്. ഇവിടെ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾ വളരെയധികം കൂട്ടായ്മയോടെ വളരെ നല്ല സൗഹാർദ്ദത്തിൽ കഴിഞ്ഞവരാണ്. പക്ഷേ ഈ പ്രശ്നം വന്നതോടുകൂടി പല രീതിയിൽ അവർ ഞങ്ങളോട് പെരുമാറാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കെ വാസ്തവത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ, ഇവരുടെ ഉദ്ദേശം ഈ കുർബാന പ്രശ്നമല്ല. എൻ്റെ റീഡിങ്,
എൻ്റെ മനസ്സിലിരിക്കുന്ന കുർബാന പ്രശ്നമല്ല. അവർക്കിവിടെ വേറെ എന്തോ ലക്ഷ്യങ്ങളുണ്ട്. ചിലർക്ക് ബിഷപ്പുമാരാണ്, കർദിനാളന്മാരാണ് എന്നുള്ളതൊക്കെ ആയിരിക്കാം. എനിക്കത് തീർത്ത് പറയാനൊക്കത്തില്ല. അല്ലാതെ അല്ലെങ്കിൽ കർദിനാളിനെ പറഞ്ഞു വിടണം, എന്നിട്ട് ഇവിടെ നിന്നുള്ള ഒരു കർദിനാൾ വരണം, ഇങ്ങനെയൊക്കെയുള്ള ചില വിഭാഗീയ ചിന്താഗതികളുണ്ടെന്നാണ് എൻ്റെ ചിന്താഗതി വാസ്തവത്തിൽ. പക്ഷേ വേറെ എന്ത് പറയാനൊക്കുന്നില്ല വാസ്തവത്തിൽ. ഇവിടെ ഇപ്പോൾ പലരും ഉണ്ട് അതിൽ ഈ സിനഡ് കുർബാന കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ അവർക്കുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ എൻ്റെ കൊച്ചുമകൻ്റെ കാര്യം പറഞ്ഞ പോലെ വിവാഹം വരുമ്പോൾ എന്തു ചെയ്യും? വിവാഹം വരുമ്പോൾ ഇവിടെ പോയി വിമത അച്ഛന്മാരുടെ അടുത്ത് പോകാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും, മാമോദിസ, കല്യാണം, ഇതെല്ലാത്തിനും പിന്നെ ഇത് കുർബാന കൈക്കൊള്ളപ്പാട്, ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നു. ഇപ്പോൾ പലരും പള്ളിയിലെ പാരിഷ് കൗൺസിലും കൈക്കാരന്മാരായിട്ടൊക്കെ നിൽപ്പുണ്ട്. എന്തുകൊണ്ട് അവർ നിൽക്കുന്നു? അവർ പലരും ഈ സിനഡ് കുർബാനയോട് താല്പര്യമുള്ളവരാണ്. അവർ മാറി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവർ ഇത് അധികാരമോഹമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൂടി നിൽക്കുന്നതായിരിക്കും മാസത്തിൽ. ഏതായാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു വിഷമാവസ്ഥയിലാണ്. ഞങ്ങൾ ഇടവപ്പള്ളിയിൽ പോയി കുർബാന കാണുക എന്നുള്ളത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും പോവുക, അതുപോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞങ്ങളുടെ ദുഃഖങ്ങൾക്കൊരു അറുതി വേണം. എത്രയോ കൊല്ലങ്ങളായില്ലേ, ഒരു കൊല്ലങ്ങൾ കൂടുതലായി. കഴിഞ്ഞ മുമ്പിലത്തെ ക്രിസ്മസ് മുതൽ ഞങ്ങൾ പള്ളിയിൽ പോകാറില്ല. അവിടെ ഞങ്ങളിവിടെ ഇരുന്ന് നിങ്ങളുടെ ഷെക്കീന ടി വിയിലും അല്ലെങ്കിൽ പോയി ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ എടപ്പള്ളി ടോളിനോടെ വിൻസെൻഷൻ ചർച്ചിൽ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ലാറ്റിൻ കുർബാന കാണും. ഇതൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ സംശയം എന്നാ വെച്ചാൽ, എനിക്ക് 81 വയസ്സായി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവരെവിടെ കൊണ്ടുപോകും? ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല വാസ്തവത്തിൽ. അത് ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴാണ് എന്താണെന്ന് പറയാനൊക്കെ തെമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണോ അതിൽ? അപ്പം അങ്ങനെ തീരുമാനിക്കട്ടെ വാസ്തവത്തിൽ. ശരിക്കും സാറിനെ പോലെ ഇതുപോലെ സിനഡ് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വേദനയ്ക്ക് ഒത്തിരിയേറെ പേരില്ലേ? ശരിക്കും ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർ ഇതാണ് പലരും ഈ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ കാണാൻ. പിന്നെ ഈ ഒരു കാര്യം തന്നെ, ഇവർ വിമത അച്ഛന്മാരും വികാരിമാരും ഒക്കെ ഈ സ്ത്രീകളെയും യുവാക്കന്മാരെയൊക്കെ കയ്യിലെടുത്തും അവർക്ക് എന്താ അട്രാക്ഷൻ കൊടുത്ത് അവരെ കയ്യിലെടുക്കുന്നുണ്ട് വാസ്തവത്തിൽ. ഇത് എൻ്റെ റീഡിങ്ങാണത്. അത് തെറ്റായ ഒരു നടപടിയാണ്. അതിനകത്ത് അവർ വീണു പോകണു വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിപ്പം കാണാം, ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ അവിടെയുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് അവർ കാണിക്കുന്നത്. അങ്ങനെ ഇവർ വീഴുന്നു, അവർ ഭാഗഭാക്കാവുന്നു, അവർക്ക് പ്രൈസ് കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് വാസ്തവത്തിൽ. അതൊക്കെ എൻ്റെ റീഡിങ് ഇവരെയൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഇവർ കുർബാനയിൽ തന്നെ പല കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. ഞായറാഴ്ച കുർബാനയിലെ പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ പല കാര്യങ്ങളും സഭയ്ക്കെതിരായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ കർദിനാളും താഴത്തെ പിതാവും ഒക്കെ കൊടുക്കുന്ന ഇടയലേഖനങ്ങളൊന്നും വായിക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് പൊറുക്കാൻ സാധിക്കുന്നില്ല. തെറ്റാണ്. പ്രത്യേകിച്ച് ഈ വളരെയധികം സീനിയറായിട്ടുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ശരിക്കും പറഞ്ഞൊരു മൂത്തൊരു കാർന്നോർ എന്ന നിലയിൽ വൈദികരോടും ഒപ്പം തന്നെ സഹോദരങ്ങളോടും മറ്റ് അൽമായ സഹോദരങ്ങളോടും സാറിന് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് സാറിന് ശരിക്കും പറയാനുള്ളത്? ഇതിനകത്തിപ്പം പിന്നെ സിനഡിനെ അപ്രൂവ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കാത്തിരിക്കുക, അതേ മാർഗമുള്ളൂ. കാരണം ആദ്യമൊക്കെ എനിക്ക് ഫീലിംഗ് ഉണ്ട്, ഇത്രയും ഡിലേ ആകുന്നു, ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത് അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വന്നുകയായിരുന്നു. കാരണം വിമതർ ത്രട്ടൺ ചെയ്യുന്നുണ്ട്, ഈ പിതാക്കന്മാരെയും അനുകൂലിക്കുന്നവരെയൊക്കെ ത്രട്ടൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അവരെയൊക്കെ ത്രട്ടൺ ചെയ്തിട്ടുള്ള പരിപാടികളാണ്. പക്ഷേ അതുകൊണ്ട് ഇവരെ ഒരിക്കലും ഒരു കാലത്തും ഞാൻ അംഗീകരിക്കത്തില്ല, എന്തെല്ലാം പറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് അത് നടക്കത്തില്ല. പിന്നെ പോപ്പ് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇടപെട്ടാലേ ഇതിനകത്ത് കാര്യങ്ങൾ കുറച്ചൊക്കെ ശരിയായി നീങ്ങുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഇവരെ പിന്നെ നേരെയാക്കാൻ പോപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് ഇടപെട്ടാലേ നടക്കത്തുള്ളൂ. ഇവർക്കൊക്കെ ലൈഫ് ത്രെട്ടണിങ് ഉണ്ട് വാസ്തവത്തിൽ. ആൻഡ്രൂസ് താഴത്തെ പിതാവിനും പുതുവേലി അച്ഛനും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് അവർ സമരം നടത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടെ അകത്ത് കയറണമെങ്കിൽ ബുദ്ധിമുട്ടാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ എന്നെ തന്നെ പറഞ്ഞവരുണ്ട്, ഇടവേളയിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു വരത്തനാണ്,
നിങ്ങളുടെ നാട്ടിൽ പോവുക. ഞാൻ പറഞ്ഞു ഞാനവിടെ പോയി മീൻ കച്ചവടം നടത്തിക്കോളാം എന്ന് പറഞ്ഞു. അതിലല്ല എന്താ പറയുക, തമാശ പറയുമ്പോൾ അതിൽ ശരിക്കും അത് പറയുമ്പോൾ സാറിൻ്റെ ഒരു പ്രൊഫഷൻ കൂടി ഒന്ന് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. സാറിൻ്റെ ഒരു പ്രൊഫഷൻ കൂടി ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. ഞാൻ 1964 പാസ്സായി. അതിനുശേഷം വടക്കേ ഇന്ത്യയിലെ മിലിറ്ററി എഞ്ചിനീയർ സർവീസിൽ ജോലി ചെയ്തു. അവിടുന്ന് കുറച്ച് എല്ലാവരും നമ്മൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കില്ല, ഗൾഫിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നു. അവസാനം ഞാനിവിടെ ഞാൻ 1979 എറണാകുളത്ത് വന്നു. ഒരു ഫേമിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് 81 സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. ഞാൻ ആർക്കിടെക്ചറൽ ഡിസൈൻ, സ്ട്രക്ചറൽ ഡിസൈൻ, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടീസാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തുന്നു. ഇവിടുത്തെ ദേവാലയങ്ങളുടെയൊക്കെ ഒരു ഡിസൈനിൽ സാറിന് മുഖ്യൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ? കുറച്ചൊക്കെ ഉണ്ട്. ഇവിടെ ദേവാലയങ്ങളിലെല്ലാം ഇവിടെ ഞങ്ങളുടെ പള്ളി ചെയ്തു, വേറെ പാലക്കാട് ചെയ്തു, അത് പിന്നെ സ്കൂൾ ചെയ്തു. ഇവിടെ ഭാരതമാത കാർഡിനൽ സ്കൂളൊക്കെ ഞാൻ ചെയ്തു വാസല്ലേ, അങ്ങനെ ചിലതുണ്ട് വാസല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇത് മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം ഞാൻ ഓഫീസിൽ കയറാൻ 3-ാം നിലയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓഫീസെല്ലാം ക്ലോസ് ചെയ്യാൻ തന്നെത്താൻ ചെയ്തിട്ട് ഓൺലൈനിൽ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പരിപാടി ആണ് ഇരിക്കുന്നത്. പിന്നെ പൊതുവേ വർക്ക് ലോഡും കുറവാണ് വാസല്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അതെല്ലാം ഈ അവസ്ഥ ഇങ്ങനെ പോകുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. ഒരു ഞായറാഴ്ച ദിവസം എവിടെ ഏത് പള്ളിയിൽ പോയി കുർബാന കാണണമെന്നുള്ളൊരു വിഷമമാണ് ഇപ്പം ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതിനെന്തെങ്കിലുമൊക്കെ എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്.